ഓപ്പറേഷൻ വനരക്ഷ എന്ന പേരിൽ സംസ്ഥാന വ്യാപകമായി വിജിലൻസ് നടത്തുന്ന പരിശോധന തുടരുന്നു. വനവകുപ്പിന്റെ നിലമ്പൂർ സൗത്ത് റേഞ്ച് ഓഫീസിലും എടവണ്ണ റേഞ്ച് ഓഫീസിലും വിജിലൻസ് പരിശോധന നടത്തി. നിലമ്പൂരിലെ പരിശോധനയിൽ അനധികൃത ബാങ്ക് അക്കൗണ്ടുകൾ വഴി ഇടപാടുകൾ നടത്തുന്നതായി കണ്ടെത്തി. ജംഷീർ കൊടിഞ്ഞുകൊണ്ട് വിവരങ്ങൾ നൽകാനായി. ജംഷീർ, ഓപ്പറേഷൻ വനരക്ഷയിൽ എന്തെല്ലാം ക്രമക്കേടുകളാണ് കണ്ടെത്തിയിരിക്കുന്നത്? ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ എന്താണ് ജംഷീർ? അജി, ഈ സംസ്ഥാനത്തുടനീളം നടത്തുന്ന വിജിലൻസ് പരിശോധനയുടെ ഭാഗമായാണ് ഇന്നിപ്പോൾ നിലമ്പൂരിലും ഇത്തരത്തിൽ വനംവകുപ്പ് ഓഫീസിൽ വിജിലൻസിന്റെ പരിശോധന നടക്കുന്നത്. പ്രധാനമായും നമുക്കറിയാവുന്നതുപോലെ ഈ നിലമ്പൂരിൽ കാട്ടാന ശല്യങ്ങളും മറ്റു ഒക്കെ ഉള്ളൊരു പ്രദേശമാണ്. അപ്പോൾ അവിടെ ഈ ഫെൻസിംഗ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടൊക്കെ അത് നിയമാനുസൃതമാണോ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ആണ് പ്രധാനമായും പരിശോധിക്കുന്നത്. അതിനുവേണ്ടി ഈ ഫീൽഡിൽ ഉൾപ്പെടെ പോയി വിജിലൻസ് പരിശോധന നടത്തുന്നുണ്ട്. അതിനിടെയാണ് ഓഫീസിൽ നിന്ന് ഒരു അനധികൃത അക്കൗണ്ട് ലഭിച്ചിരിക്കുന്നത്, ഒരു അക്കൗണ്ട് ബുക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ അക്കൗണ്ടിലേക്ക് എവിടെ നിന്നെല്ലാമാണ് പണം വന്നത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ വിജിലൻസ് അന്വേഷിക്കുന്നുണ്ട്. ഇതിലേക്ക് എന്തിനു വേണ്ടിയാണ് ഈ അക്കൗണ്ട് നിർമ്മിച്ചത്, ഇതിലേക്ക് ആരെല്ലാം പണം അയച്ചിട്ടുണ്ട്, ഇതിൽ നിന്ന് എങ്ങോട്ടെല്ലാം പണം പോയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളും ഇത്തരത്തിൽ വിജിലൻസ് അന്വേഷിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഫീൽഡിൽ പോയി ഈ വനാതിർത്തിയുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഫെൻസിംഗുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതെല്ലാം തന്നെ നടക്കുന്നത് കൃത്യമായാണോ, ഈ സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണോ, അതിൽ എന്തെങ്കിലും തരത്തിലുള്ള അഴിമതികൾ ഉണ്ടോ എന്നുള്ള അടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വിജിലൻസ് പരിശോധിക്കുന്നത്. അജയ്.